പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ മക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ കർത്താവിനോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാനും പുതിയൊരു ദിവസം ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് തുടങ്ങുവാനും നമ്മൾക്ക് അവസരം കിട്ടിയതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യായുടെ പുസ്തകം 17-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്തു നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, വെള്ളമുള്ളിടത്ത് ഒരു മരം നട്ടാൽ അതെപ്പോഴും ആർത്ത് വളരും. ഏതു വേനൽക്കാലത്താണേലും അതിൻ്റെ ഇലകൾ, ശിഖരങ്ങൾ ഒരു കേടുപാടുമില്ലാതെ തഴച്ചു വളരുന്നത് കാണാൻ സാധിക്കും. അതുപോലെയായിരിക്കും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവൻ്റെ അവസ്ഥ. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് അവൻ കടന്നു പോകുന്നതെങ്കിലും ആ പ്രശ്നങ്ങളൊന്നും അവനെ ലവലേശം തൊടുകയില്ല. കാരണം അവനെ ആ പ്രശ്നമുള്ളിടത്തു നിന്നും കർത്താവ് എടുത്ത് ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ട് കിട്ടുന്ന സ്ഥലത്ത്, ദൈവപരിപാലന സമൃദ്ധമായിട്ട് കിട്ടുന്ന സ്ഥലത്ത് ദൈവം അവനെ കൊണ്ടു നിർത്തും. അങ്ങനെ ദൈവം അവൻ്റെ കൈ പിടിച്ച് അവനെ കൊണ്ടുപോയാൽ ആറ്റുതീരത്ത് നട്ട മരം പോലെയായിരിക്കും. ഏതു വേനൽക്കാലമായാലും വരൾച്ചയുടെ കാലമായാലും ആ മരത്തിൽ എപ്പോഴും പച്ചിലകൾ ഉണ്ടാകും. അതൊന്നിനെയും ഭയപ്പെടുകയില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ വളരുന്നതെങ്കിൽ, കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചാണ് നിങ്ങൾ വളരുന്നതെങ്കിൽ, കർത്താവിൽ ആശ്രയിക്കുന്നവനാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ജീവിതം എപ്പോഴും അനുഗ്രഹീതമായിരിക്കും. ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതം എങ്ങനെയാണ്? ഞാൻ ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്, അതോ ലോകത്തെയാണോ ആശ്രയിക്കുന്നത്? ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അതോ എൻ്റെ ദൈവം പറയുന്ന രീതിയിലാണോ ഞാൻ ചെയ്യുന്നത്? ആത്മാവിൻ്റെ വിളിയിലാണോ ഞാൻ നടക്കുന്നത്? നമുക്കെവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ധൂർത്തപുത്രൻ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നതുപോലെ നമുക്കും ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാം. ആ കർത്താവിൽ ഇന്നു മുതൽ
ആശ്രയിക്കുന്നവനായി നമുക്ക് മാറാം. ആ കർത്താവിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്ന് പ്രത്യാശ അർപ്പിക്കാം. അങ്ങനെ നമ്മളെ തന്നെ എളിമപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മുടെ ജീവിതം ആർത്ത് പച്ചിലകളും ഇലതൂർന്ന് നിൽക്കുന്ന മരം പോലെ സമൃദ്ധിയുള്ള ഒരു ജീവിതമായി നിങ്ങളുടെ ജീവിതം മാറും. ആരും വെള്ളമൊഴിക്കേണ്ട അവസ്ഥ വരത്തില്ല. അതിന് സമൃദ്ധമായ വെള്ളം ആറ്റിൽ നിന്നും കിട്ടും. ദൈവം നിനക്ക് വേണ്ട വെള്ളം തരും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറും. ദൈവമായിരിക്കും നിനക്ക് വേണ്ടതെല്ലാം തരുന്നത്. ആ കർത്താവിൻ്റെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മിഷനുണ്ട്. ആ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാം. എത്രയോ മക്കൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല, സുവിശേഷം അറിഞ്ഞിട്ടില്ല. അവരെല്ലാം ദൈവം ഏറ്റെടുക്കട്ടെ. അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റട്ടെ. അതിൽ നിങ്ങൾ പങ്കാളിയാകുമ്പോൾ നിങ്ങളും സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമായി മാറുക. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.